ഹലോ, ഹായ്. ഇന്നേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനിയിപ്പം SLC എക്സാം വരുവാണല്ലേ, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും. അപ്പൊ കുഞ്ഞുങ്ങളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാം. ഉപദേശമൊന്നുമല്ല, വലിയ സ്റ്റഡി ക്ലാസ് ഒന്നുമല്ല. അതായത് നമ്മളിപ്പം പരീക്ഷ എഴുതാൻ പോകുന്നതേ ഉള്ളല്ലേ. പക്ഷെ ഇപ്പോഴേ നമ്മൾ മനസ്സിലേക്ക് പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കണം. നമ്മൾ എക്സാം ഒക്കെ എഴുതി നമുക്ക് എല്ലാത്തിനും A+ കിട്ടി, നമുക്ക് എല്ലാത്തിനും A+ കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി ഡൺ എന്നൊക്കെ വിചാരിച്ചിട്ട് എക്സാം ഹോളിലേക്ക് പോവാം കേട്ടോ. അപ്പൊ അത്രയും നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. നമുക്കെല്ലാം കിട്ടി, നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. നമ്മളത് മൈൻഡിൽ നമുക്ക് എന്താണോ ഒരു സാധനം അച്ചീവ് ചെയ്തത് അത് നമ്മൾ അതൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചങ്ങ് കയറുക. ഓക്കെ, അപ്പം പിന്നെ ബാക്കി നമ്മൾ അതിന്റെ പുറകെ ബാക്കി ദൈവമായാലും പ്രകൃതിയായാലും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഇനി ഒരു A+ കിട്ടിയില്ല, ഇനിയിപ്പോൾ അഥവാ 1-2 വിഷയത്തിന് നിങ്ങൾ പൊട്ടി എന്നും പറഞ്ഞ് നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ ട്രാക്ക് തേടി അപ്പുറത്തെ കടയിൽ പോയി കയറ് മേടിക്കാനോ ഒന്നും ഒരെണ്ണോ നിന്നേക്കല്ലേ കേട്ടോ. എന്റെ ദൈവമേ, ഇപ്പൊ തുടങ്ങും. ഒറ്റ ഒരെണ്ണങ്ങളും അങ്ങനത്തെ പൊട്ടത്തരം ഒന്നും കാണിക്കരുത്. ഈ ഒരു SLC പരീക്ഷ എന്ന് പറയുന്ന ഒന്നും ഒരു ലാസ്റ്റ് വേർഡ് ഒന്നുമല്ല. ഓക്കെ, വലിയ റാങ്ക് മേടിച്ചിട്ടും ഡിസ്റ്റിങ്ഷൻ മേടിക്കുന്ന ഒന്നുമല്ല. ലൈഫ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ എന്ന് തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോയേക്കല്ലേ കേട്ടോ. അതിനും A+ കിട്ടണം, അല്ലെ കിട്ടിയില്ലെങ്കിൽ എന്തോ ആണ്, അങ്ങ് നഷ്ടപ്പെട്ടു പോയി, ജീവിതം തീർന്നു പോയി എന്നൊന്നും ആരും ചിന്തിക്കരുത് കേട്ടോ. ഇനിയിപ്പോ അഥവാ 1-2 സബ്ജക്റ്റ് ഒക്കെ പോയാലും മാർക്ക് കുറവായാലും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പഠിച്ച പോലത്തെ കാര്യങ്ങൾ പോലെയൊന്നും അല്ല. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, റീവാലുവേഷൻ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എക്സാം ഉണ്ട്, ഇതൊക്കെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വിഷയങ്ങളും ഒന്നും എല്ലാവർക്കും ഒന്നും ഈസി ആയിരിക്കത്തില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ ഫസ്റ്റിലെ നമ്മൾ റിവിഷൻ ചെയ്ത് എല്ലാ ദിവസവും അതങ്ങ് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ആ ടഫായിട്ടുള്ള സബ്ജക്ട് അതിന് കുറച്ച് സമയം കൂടുതലൊന്ന് വർക്ക് ചെയ്യാൻ കൊടുത്താൽ. പിന്നെ അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇഷ്ടദൈവം ഏതാണ്, നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ. നമ്മൾ ഒരുപാട് നേരം രാത്രിയിൽ ഒത്തിരി നേരം ഉറക്കളച്ചിരിക്കുന്നത്, പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും മാക്സിമം ഒരു 10 to 10:30 തന്നെ നിങ്ങൾ എല്ലാവരും ഉറങ്ങാൻ പോകണം കേട്ടോ. അതുപോലെ തന്നെ മോർണിംഗിൽ എങ്ങനെയായാലും ഒരു 5 o'clock ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഉണരുക. എന്നിട്ട് രാവിലെ എണീറ്റ് എന്താ പറയുന്നത്, ബെഡിൽ തന്നെ ഇരുന്ന് അല്പം നേരം പ്രാർത്ഥിച്ച് അതുപോലെ കുളിച്ച് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ യോഗയൊക്കെ ചെയ്യുന്നവരൊക്കെ കാണുമായിരിക്കും അല്ലേ. ഇനി കുറഞ്ഞ പക്ഷം നമ്മൾ ഇൻഹേൽ എക്സേൽ ഒക്കെ ചെയ്യത്തില്ലേ, നമ്മളുടെ പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 5-10 മിനിറ്റ് ഒക്കെ മനസ്സ് ശാന്തമാക്കി വെച്ച് ചെയ്യുക. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്തു പറയുന്നത്, നമുക്ക് ഈ സുഗന്ധം, ഈ സാമ്പ്രാണിതിരിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ ഇങ്ങനെ പുകച്ചിട്ട് അതിൻ്റെയൊക്കെ ഇതിലൊക്കെ ഇരുന്ന് പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിൽ സന്തോഷമാക്കി വെച്ചേക്കുക. രാവിലെ വൈകിട്ട് നല്ല വൃത്തിയായിട്ട് കുളിക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസം അനുസരിച്ചുള്ള ജപമാലകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതെന്തിനാണെന്നറിയാമോ, നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസം എന്നുള്ളതല്ല, അത് നമ്മൾ ഒരു വട്ടം, അത് രാവിലെയും വൈകിട്ടും എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി ഒരു വട്ടം. ഇപ്പൊ അതിൽ 108 മണികളുള്ളത്, ഇപ്പം എന്താ പറയാ, നമ്മൾ രുദ്രാക്ഷമാല കാണും, അതല്ലാന്നുണ്ടെങ്കിൽ കൊന്തയില്ലേ, കൊന്ത കാണും. അതിൽ അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. രാവിലെയും വൈകിട്ടും മറ്റൊന്നും ചിന്തിക്കാണ്ട് ആ സാധനം ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നമുക്ക് എന്താ പറയുക, ഒരു മൈൻഡിന് ഒരു നല്ല സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നട്ട്സോ ഒക്കെ കുതിർത്തൊക്കെ കഴിക്കുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം പിന്നെ വൈകുന്നേരം ചെറിയ ചൂടോടെ ഇച്ചിരി പാലൊക്കെ കുടിച്ചിട്ടൊക്കെ കിടക്കാം കേട്ടോ. അതിലൊരു നുള്ള മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഫോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ ചെറിയൊരു പേടിയും വെപ്രാളും ഒരു ആൻസൈറ്റി ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല, അതൊക്കെ നോർമലി എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡാർക്ക് ചോക്ലേറ്റ് ദിവസം 1-2 പീസ് കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ അമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡൊക്കെ നല്ല സ്നേഹം. ഇനിയിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്സും നട്ട്സും ഒന്നും കഴിച്ചില്ലെങ്കിൽ വേണ്ടി നമുക്ക് കിട്ടുന്ന ഫുഡ്, നമുക്ക് എന്ത് ഫുഡാണോ കിട്ടുന്നത് അത് നമ്മൾ വൃത്തിയായിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഒക്കെ നമ്മൾ എന്താ പറയുക, അമ്മമാരുണ്ടാക്കി തരുന്നത് അവരുടെ തലയിൽ കയറാൻ പോലെ തിരിച്ച് അമ്മമാർ വെറുതെ മക്കളുടെ തലയിൽ ഭയങ്കരമായിട്ട് പ്രഷർ കിട്ടിയോ ഇല്ല ഇടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഒന്നും ഉണ്ടാക്കേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അവർ പഠിച്ചോളും. അപ്പൊ ഉള്ള ഫുഡ് അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ട് മക്കൾ വിളമ്പി കൊടുത്ത് അതിൽ കുഞ്ഞുങ്ങളും അത് കഴിക്കുക. പിന്നെ എന്താ പറയുന്നത്, മനസ്സെപ്പോഴും നല്ല സന്തോഷമായിട്ട് വെച്ചേക്കുക. പിന്നെ സ്റ്റഡിയിൽ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്റെ അടുത്തോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന്റെ അടുത്തോ ഒക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഫോണിൽ ഇരിക്കണമെന്നല്ല. അതുപോലെ ഈ മൊബൈലിന്റെ യൂസ് അങ്ങ് കുറയ്ക്കണം. പിന്നെ ഈ പറഞ്ഞ ടീച്ചേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ വിളിച്ച് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കുക, കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക. പിന്നെ നേച്ചറിൽ പ്രകൃതി മുറ്റത്തൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അതല്ലാണ്ട് വീട്ടിലിങ്ങനെ അടച്ചു കെട്ടി 24 മണിക്കൂർ ഇരുന്ന് പഠിച്ച് കൊച്ചു പുസ്തകത്തിൽ നിന്ന് കണ്ണൊന്നും എടുത്ത് പോയിക്ക് ഉടനെ എടുത്തിട്ട് വരട്ടി ഇതൊന്നും വേണ്ട. അത് കാഷ്വലായിട്ട് കണ്ടാൽ മതി, അതങ്ങ് നടന്നു പോയിക്കോളും. അപ്പൊ എല്ലാരും നല്ല സന്തോഷമായിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല സ്നേഹത്തോടെ മനസ്സ് വെച്ചേക്കുക. അതുപോലെ മാതാപിതാക്കള് കണ്ടമാനം നമ്മളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊന്നും ഒരു ഈഗോയുടെ പ്രശ്നമായിട്ടൊന്നും എടുക്കണ്ട. മക്കൾ പഠിച്ചോളും. അഥവാ അവർക്ക് എന്തെങ്കിലും ഇച്ചിരി പോരാഴിയൊക്കെ വന്നാലും അവരെ കണ്ടമാനം ത്രട്ടൻ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ദേഹോപദ്രവം ചെയ്യാനും ഒന്നും നിൽക്കല്ലേ ദൈവത്തെ ഓർത്ത്. കുഞ്ഞുങ്ങൾ അവർ പഠിച്ചോളും. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളെല്ലാം എല്ലാം തികഞ്ഞവരൊന്നും അല്ലായിരുന്നു എന്നും കൂടി നമ്മളൊക്കെ ചിന്തിക്കണം. അവർ പഠിച്ചോളും. ഇനിയിപ്പോൾ അഥവാ അവർക്കൊരു പാകപ്പഴ എന്തെങ്കിലും വന്നാലും അവരുടെ സൈഡ് അവരുടെ കൂടെ അങ്ങ് നടന്നു കൊടുത്താൽ മാത്രം മതി. അവര് പഠിച്ചോളും. അപ്പം ഭീകരാന്തരീക്ഷങ്ങളൊന്നും സൃഷ്ടിക്കാനോ ഒന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും മക്കളും മാതാപിതാക്കളായിട്ട് ടീച്ചേഴ്സായിട്ടുള്ളവരും എല്ലാവരും നല്ല മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുക. ദൈവം തമ്പുരാൻ എല്ലാവർക്കും നല്ലൊരു വിജയം, നല്ലൊരു നല്ലൊരു വിജയം തന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമയങ്ങൾ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും പരീക്ഷാ സംബന്ധമായി തന്നെ ഈ പരീക്ഷ കഴിയുന്ന അത്രയും സമയങ്ങൾ എക്സാമിന്റെ സമയത്ത് എത്രയാണ് ഇപ്പൊ ഏത് ക്ലാസ്സിലായാലും അങ്ങനെ തന്നെ 10th ആയാലും +2 ആയാലും എന്തായാലും മക്കൾ പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും നമ്മുടെ മൊബൈലിന്റെ യൂസ് ആയാലും അതുപോലെ വീട്ടില് പരസ്പരമുള്ള മറ്റുള്ളവരുടെ വഴക്ക്, കുശുമ്പ്, കുന്നായ്മ ഇതൊന്നും ആ ഒരു സമയത്ത് ഒഴിവാക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിള്ളേരുമ്പോ അത് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ ക്ലാസ്സിലെയും ഇപ്പം ഏകദേശം കുറച്ച് പേരുടെ എക്സാംസ് കഴിഞ്ഞു അല്ലെ, ബോർഡ് എക്സാംസ് ചിലത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, ചില സെക്ഷൻ്റെത്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും തന്നെ നല്ലൊരു വിജയം ആശംസിക്കുന്നു. എല്ലാവർക്കും മനസ്സിന് സമാധാനവും സന്തോഷവും നിറഞ്ഞ സ്നേഹവും ഈസി ആയിട്ട് പോയിട്ട് പരീക്ഷ എഴുതി പാസ്സായി മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പുറത്തേക്ക് വരാൻ കഴിയട്ടെ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരും മെഡിക്കലായിട്ടിരിക്കും കേട്ടോ. ടാറ്റാ.